ഇന്ദു ക്ലാസ്സിലേക്ക് നടന്നു. കുട്ടികൾ ഗുഡ് മോർണിംഗ് ടീച്ചർ. ആ ഗുഡ് മോർണിംഗ്. ഇന്ദു ക്ലാസ് എടുത്തു. ഇതിനിടെ ബാലൻ മാഷ് എല്ലാവരെയും ഓഫീസിലേക്ക് വിളിപ്പിച്ചു. അധ്യാപകർ ഓരോരുത്തരായി ഓഫീസിൽ എത്തി. നമ്മുടെ സ്കൂൾ വാർഷികം ഇങ്ങെത്തി. എല്ലാവരും കുട്ടികളെ നന്നായി പരിശ്രമിക്കുന്നുണ്ടല്ലോ. ആലാട്ടു തമ്പുരാൻ ഒരു മറുപടി പറയട്ടെ. വാർഷികം ആര് ഉദ്ഘാടനം ചെയ്യണമെന്ന്? സ്കൂൾ ആലാട്ടുകാരുടേതാണ്. അതുകൊണ്ട് അവർ പറയുന്നത് എവിടെ നടക്കൂ. മാഷേ, ആലാട്ട് ഇളയ തമ്പുരാൻ വന്നിട്ടുണ്ട്. ആര്? ആദർശ് മോനോ? ഇത് കേട്ട മാഷ് പറഞ്ഞു. അതെ, ആദർശ് തന്നെ. പ്യൂൺ സുധാകരൻ പറഞ്ഞു. രാവിലെ കണ്ടപ്പോൾ ഇതുവഴി വരാമെന്ന് പറഞ്ഞിരിക്കുന്നു. വരട്ടെ, നമുക്ക് ഒന്നിച്ചിരുന്ന് തീരുമാനിക്കാം. ഇത് കേട്ട് ഇന്ദു പറഞ്ഞു. പറച്ചിൽ കേട്ടാൽ തോന്നും സ്കൂളും അധ്യാപകരും ഒന്നിച്ചു വിലക്കെടുത്തണ എന്ന്. ഇത് കേട്ട ചാരു പറഞ്ഞു. ഡി മിണ്ടാതിരിക്കെ. പണത്തിൻ്റെ പവറാണ് മോളെ അവർക്ക്. വേടിക്കാൻ കഴിയാത്തതായി ഒന്നുമില്ല. ഓ പിന്നെ, ഇന്ദു പറഞ്ഞു. അവർ പതിയെ വീട്ടിലേക്ക് നടന്നു. തണുത്ത കാറ്റ് വീശി. മേഘം ഇരുണ്ടുകൂടി. ഇന്ദു, ഇന്നും മഴ തന്നെ, ചാരു പറഞ്ഞു. പെട്ടെന്ന് ചാരുവിൻ്റെ ഫോൺ ബെല്ലടിച്ചു. അയ്യോ ഏട്ടൻ, ഇന്നെന്നോട് നേരത്തെ ചെല്ലാൻ പറഞ്ഞതാ, ചാരു പറഞ്ഞു. എന്താ കാര്യം? ഇന്ദു ചോദിച്ചു. അത് എന്നെ കല്യാണം കഴിക്കാൻ പോകുന്ന വീട്ടിൽ നിന്ന് ആരൊക്കെയോ വരുന്നുണ്ട്. അപ്പോൾ അത് ഉറച്ചോ? ആ, അത് ഉറച്ചു. അതിരിക്കട്ടെ, ചെക്കനെന്താ ജോലി? ഇന്ദു ചോദിച്ചു. ചെക്കൻ സ്വന്തമായി ബിസിനസ് ചെയ്യുന്നു. നാട്ടിലൊക്കെ തന്നെയാണ്. അച്ഛൻ്റെ പരിചയത്തിൽ ആരോ കൊണ്ടുവന്നു. വലിയ തിരക്കടൊന്നുമില്ല. പഴയ തറവാട്ടുകാരാണ്. എല്ലാവർക്കും സമ്മതം. പിന്നെ ഞാൻ എന്തു പറയാനാ? ചാരുവിൻ്റെ വർത്താനം കേട്ട് ഇന്ദു ഒന്ന് പുഞ്ചിരിച്ചു. ഇന്ദു വീട്ടിലെത്തി. അമ്മേ, അമ്മേ, ആരുമില്ലേ ഇവിടെ? മുത്തശ്ശി. മോളെ, അമ്മ കടയിൽ പോയിരിക്കുക. ഓ, മോള് പോയി. ചായ എടുത്തു കുടിച്ചോ? ഇന്ദു ചായ കുടിച്ച് കുളിക്കാൻ പോയി. പിറ്റേ ദിവസം കാലത്ത്. ഇന്ദു, മോളെ ഇന്ദു, മുത്തശ്ശി എഴുന്നേൽക്കുന്നില്ല. അമ്മേ, മുത്തശ്ശിക്ക് എന്തു പറ്റി? അറിയില്ല മോളെ. ഇന്ദുവും അമ്മയും മുത്തശ്ശിയെ താങ്ങിയെടുത്ത് ഒരു ഓട്ടോ വിളിച്ച് ആശുപത്രിയിലെത്തുന്നു. ഡോക്ടർ പരിശോധിക്കുന്നു. ഡോക്ടർ ഇന്ദുവിനെ വിളിക്കുന്നു. ഇന്ദു ഒന്ന് വരൂ. ഇന്ദു ചെല്ലുന്നു. മുത്തശ്ശിക്ക് ഒരു സർജറി വേണം മോളെ. ബ്ലോക്കിൻ്റെ ലക്ഷണമാണ്. നമുക്ക് അത് ചെയ്താലോ? ഒരു 25 ലക്ഷം രൂപ വേണ്ടി വരും. അയ്യോ ഡോക്ടർ, ഇന്ദു പെട്ടെന്ന് പറഞ്ഞു. എൻ്റെ കയ്യിൽ കാശൊന്നുമില്ല. പെട്ടെന്ന് പറഞ്ഞാൽ ഞാൻ എന്തു ചെയ്യും? ഇന്ദുവിൻ്റെ കണ്ണിൽ നിന്നും തുരുതുരാ വെള്ളം വീണു. സാരമില്ല, നമുക്ക് ഇപ്പോൾ കുറച്ച് ദിവസം മെഡിസിൻ വെച്ചൊന്ന് നോക്കാം. എന്നിട്ട് സർജറിയെ പറ്റി ചിന്തിക്കാം. ഇന്ദുവിന് ആകെ സങ്കടമായി. മുത്തശ്ശി 2 ദിവസം ആശുപത്രിയിൽ കിടക്കട്ടെ. ഈ അവസ്ഥയിൽ കൊണ്ടുപോവേണ്ട, ഡോക്ടർ പറഞ്ഞു. ഇന്ദുവിൻ്റെ ഫോൺ ബെല്ലടിക്കുന്നു. അത് ബാലൻ മാഷായിരുന്നു. ഹലോ സാർ. ഇന്ദു എന്താ ഇന്ന് ലീവാണോ? ഞാൻ പറഞ്ഞതല്ലേ ഇന്ന് സ്കൂളിൽ മീറ്റിംഗ് ഉള്ള കാര്യം. മാഷ് ശോഭിക്കുന്നു. ദാ വരണു. ഒരു 10 മിനിറ്റ്. അമ്മേ, ഞാൻ വൈകിട്ട് വരാം. ബാലൻ മാഷ് വിളിക്കുന്നു. പെട്ടെന്ന് സ്കൂളിൽ എത്തണം. മോളെ, കണ്ണൻ സ്കൂളിൽ പോയോ ആവോ? അമ്മ ചോദിച്ചു. അമ്മേ, ഞാൻ ജാനുവേച്ചിയെ വിളിക്കാം. അവരുടെ അയൽവാസിയാണ് ജാനുവേച്ചി. ഇന്ദു ആശുപത്രിയിൽ ഇറങ്ങിയതും ഒരു ഓട്ടോയിൽ കയറി പോകുന്നു. സ്കൂളിൽ ആദർശും അവൻ്റെ അച്ഛനും എത്തിയിട്ടുണ്ടായിരുന്നു. അവർക്കിടയിലേക്ക് ഇന്ദു ഓടി വന്നു. അവളുടെ കിതപ്പ് മാറിയില്ല. ബാലൻ മാഷ് അവളെ തറപ്പിച്ചു നോക്കി. അവളൊന്നും മിണ്ടിയില്ല.